ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം. തീവ്രത 4 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, ഗുഡ് ഈവനിങ്. അത്യാവശ്യം പ്രകമ്പനമുണ്ടായി എന്നാണ് കരുതുന്നത്. ഇനിയും തുടർചലനങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾ ഏത് രീതിയിലാണ് ജാഗ്രത പാലിക്കേണ്ടത്? അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് വിനീത? ശ്രീനിത, ഇന്ന് രാവിലെ 5:37 ഡൽഹിയിൽ ഈ ഭൂചലനം ഉണ്ടാവുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്രത 4 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നതും ഡൽഹി തന്നെയായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് പരിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലമാണ്. രാവിലെ 5 മണിക്കൊക്കെ ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രകമ്പനം വലിയ ഒരു ആശങ്കയും പരിഭ്രാന്തിയും ആളുകൾക്കിടയിൽ ഉണ്ടാക്കി. പല ആളുകളും ഡൽഹിയിലേക്ക് ഉള്ള ആളുകൾ അവർക്ക് ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകളിലൊക്കെയാണ് ആളുകൾ കൂടുതലായി താമസിക്കുന്നത്. പലരും അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ആ ഒരു പ്രകമ്പനം പരിഭ്രാന്തം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനു മുൻപും സമാനമായിട്ടുള്ള ഭൂചലനങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത്തവണ അത് പ്രകമ്പനം വലിയ രീതിയിലാണ് അനുഭവപ്പെട്ടതെന്നാണ് ഡൽഹി നിവാസികളൊക്കെ തന്നെ പറയുന്നത്. പിന്നാലെ ബീഹാറിലും ഈ ഭൂചലനം ഉണ്ടായിരുന്നു. അവിടെയും 4 തന്നെയാണ് തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയും പക്ഷേ ഇത്തരത്തിലേക്കുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ പരുക്കുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തുടർ ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ആളുകൾ കൃത്യമായിട്ടുള്ള ജാഗ്രതയൊക്കെ തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര ഘട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഡൽഹിയിൽ ഉള്ള ആളുകൾക്ക് ഡൽഹി പോലീസുമായി ബന്ധപ്പെടുന്നതിനും മറ്റുമുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 112 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ അവർക്ക് ഏത് ഘട്ടത്തിലേക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ പോലീസ് പൂർണ്ണ സമയവും ഉണ്ടാകും. ശ്രീനിത, ഒരു കാര്യം കൂടെ, വിനിത സുഖമല്ലേ? വിനിതയോടെ എല്ലാ ദിവസവും രാവിലെ 5:30 വിനീത ഉണർന്നതാണ്. ഞാൻ വിചാരിക്കേ വിമൻസ് ഈവനിങ്ങിൽ വരുമ്പോ ഒക്കെ നമ്മൾ 5 പേരായി മാറുമല്ലോ വിനിതയെ കൂടെ വരുമ്പോ. അപ്പൊ എന്തെങ്കിലും സന്തോഷ വർത്താനൊക്കെ ചോദിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ എല്ലാ ദിവസവും വല്ലാതെ സങ്കടപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണല്ലോ വരുന്നത്. അപ്പൊ അതിനിടയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല. ഇന്നിപ്പോ മുഖത്തൊരു വിഷമം എന്തോ ഉണ്ടെന്ന് തോന്നി. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, വിനിതയ്ക്ക് എന്താ പറയണ്ടെന്ന് ഈ വാർത്ത പറയുന്നുണ്ട് ആണോ? അത് കേട്ടില്ല, ഒന്നുകൂടെ പറയോ? തീർച്ചയായും സ്മിത, സുഖമായിട്ടിരിക്കുന്നു. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളും രാവിലെ ഒരു 5:37 ആയപ്പോൾ ഈ പ്രകമ്പനം കേട്ടൊക്കെ തന്നെയാണ് നമ്മൾ പലരും ഉണർന്നത്. വലിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ആളുകളൊക്കെ തന്നെ താഴേക്കൊക്കെ മാറുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വലിയ രീതിയിലേക്ക് ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഡൽഹിയിലില്ല. യെസ്, ഓക്കെ. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഡൽഹിയിൽ ഒരു ഭൂകമ്പം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ബീഹാറിലും സമാനമായ രീതിയിൽ 2 4 തീവ്രത രേഖപ്പെടുത്തിയത്. തുടർചലനത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന്. ഈ തുടർചലനം പലപ്പോഴും പ്രശ്നമായി മാറാറുണ്ട്. അതാണ് ഇത്രയേറെ നമ്മൾ ഭയക്കുന്നത്. ഈ ഇത്തവണ ഉണ്ടായത് അത്യാവശ്യം പ്രകമ്പനം ഉള്ളതാണ് കേട്ടോ. കുറെ സുഹൃത്തുക്കളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് കണ്ടായിരുന്നു. ആ സമയം ആയതുകൊണ്ട് എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പം ബെഡ് കുലുങ്ങുന്നത് കേട്ടിട്ടാണ് എണീക്കുന്നത് പറഞ്ഞിട്ടൊക്കെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി സന്തോഷം എല്ലാവരും അല്ലേ, ഡൽഹിയിലുള്ള എല്ലാവർക്കും, മലയാളികൾക്ക്.